കാരണവശാലും തലവെക്കരുത്. വലിയ ഫ്രോഡാണ്. സൈബർ തട്ടിപ്പുകാരുടെ കയ്യിൽ രാജ്യം ഞെരുങ്ങുകയാണോ? ചോദ്യം ബാക്കിയാകുന്നു. സൈബർ അറസ്റ്റ് മുതൽ OTP തട്ടിപ്പ് വരെ നീളുന്ന ഡിജിറ്റൽ ലോകത്തെ പുത്തൻ കവർച്ചാ രീതികൾ നമ്മളെ അമ്പരപ്പിക്കുന്നു. കേരളത്തിലും ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം നഷ്ടമാകുന്നവരുടെ എണ്ണം കൂടി വരുന്നു. കംബോഡിയ മുതൽ കേരളം വരെ നീണ്ടുകിടക്കുന്ന വലിയൊരു മാഫിയ ശൃംഖലയാണിത്. 24 വാർത്താ പരമ്പര തലവയ്ക്കല്ലേ, തട്ടിപ്പാണ്. കംബോഡിയയാണ് സൈബർ തട്ടിപ്പ് കേന്ദ്രത്തിന്റെ പ്രഭവ കേന്ദ്രം. മലയാളികളടക്കം പറ്റിക്കപ്പെട്ട ഈ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടി വരുന്നു. ഡിജിറ്റൽ സ്ലേവറി, സൈബർ സ്ലേവറി. കേരളത്തിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും യുവാക്കളെ കബളിപ്പിച്ച കംബോഡിയയിലേക്ക് എത്തിക്കും. ഉന്നത ജോലിയും ശമ്പളവും വാഗ്ദാനം ചെയ്താണ് അവിടെ എത്തുന്നതെങ്കിലും അവിടെ ചെയ്യേണ്ടി വരിക സൈബർ തട്ടിപ്പാണ്. കേരളത്തിൽ നിന്ന് പോകുന്ന യുവാക്കളോട് കേരളത്തിലെ ആളുകളെ കബളിപ്പിക്കാൻ ആവശ്യപ്പെടും. തയ്യാറായില്ലെങ്കിൽ കൊടിയ മർദ്ദനം ഏൽക്കേണ്ടി വരും. തോപ്പുംപടിയിലും നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനുമെല്ലാം സമാനമായി നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കംബോഡിയയിലെ ഈ സംഘത്തിലേക്ക് എത്തുക എന്നത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ കാര്യമാണ്. ഇന്ത്യയിലാകട്ടെ സൈബർ അറസ്റ്റ് തട്ടിപ്പ് സംഘങ്ങളുടെ ഒളിത്താവളങ്ങൾ ജാർഖണ്ഡ്, രാജസ്ഥാൻ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ്. പ്രതിദിനം രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നു. കേരളത്തിലാകട്ടെ സൈബർ കേസുകളുടെ ആകെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. 2016 കേരളത്തിൽ ആകെ രജിസ്റ്റർ ചെയ്ത സൈബർ കേസുകളുടെ എണ്ണം വെറും 823 2023 എത്തുമ്പോൾ അത് 3295 കേസുകളായി മാറുന്നു. 2024 അതായത് ഈ വർഷം ഒക്ടോബർ വരെ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 3109 കേസുകളാണ്. അതിൽ 150-ലധികം കേസുകളും സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. അതായത് മലയാളികൾ സൈബർ ചതിക്കുഴിയിൽ പെടുന്നതിൻ്റെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചു വരികയാണ്. അതീവ ഗുരുതരമാണ് കേരളത്തിലെ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികർ, സ്ത്രീകൾ എന്നിവരെയാണ് തട്ടിപ്പ് സംഘം ലക്ഷ്യമിടുന്നത്. പലരും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പണം പിൻവലിച്ചു നൽകും. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. സൈബർ തട്ടിപ്പിനിരയായാൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ബാങ്ക് അധികൃതരെ വിവരം അറിയിക്കുക എന്നതാണ്. ആദ്യം തന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം. പിന്നാലെ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം. 1930 ഈ നമ്പറിൽ ബന്ധപ്പെട്ടാലും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനാകും. ഒപ്പം ഉടൻ തന്നെ അഭിഭാഷകനെ കണ്ട് മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കണം. ഒപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫോൺ കോളുകളും വാട്സാപ്പ് സന്ദേശങ്ങളുമെല്ലാം സൂക്ഷിച്ചു വെക്കാനും ശ്രദ്ധ പുലർത്തണം. എറണാകുളത്ത് കഴിഞ്ഞ മാസം മാത്രം 20 കോടിയാണ് വിവിധ കേസുകളിലായി സൈബർ കൊള്ളക്കാർ തട്ടിയെടുത്തത്. അവർ നമ്മൾ ഓരോരുത്തരെയും തേടിയെത്തും. കരുതിയിരിക്കുക. വിഷ്ണു സുരേഷ്, 24 കൊച്ചി.